ഹലോ, ഞങ്ങള് തൃപ്പയാറ് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടാ. അപ്പൊ അച്ഛൻ റെഡി ആവാണ്ട് ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. പോണ നേരത്തെ ഷർട്ട് ഇടുള്ളൂ കേട്ടോ. അതെ, അമ്മ അത് റെഡിയായി ചേച്ചീനെ നോക്കിയിട്ട് ആരാധ്യൊക്കെ ദേ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ. അച്ഛൻ മാത്രം റെഡി ആയിട്ടില്ല ഗൈസ്. ആയിട്ടുള്ള ആള് ദേ കറക്റ്റ് ടൈമിന് ദേ എത്തിയിട്ടുണ്ട് കേട്ടാ ഗൈസ്. ആരാധ്യ കളിക്കാൻ പോണ്ട മോന്നാ, ആരാധ്യ ഇപ്പൊ കളിക്കാൻ പോണ്ട. എന്നിട്ടും ഇതേ കളിക്കാൻ പോവാണ് ഗൈസ്. പറഞ്ഞാ കേൾക്കാണ്ട് ഇതേ പോയിട്ടുണ്ട്. അമ്മല് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഇതേ കറക്റ്റ് ടൈമിന് ഒരുങ്ങി എൻ്റെ പൊന്നൂസ് ഇരിക്കുന്നുണ്ട് കേട്ടാ. ഇതേ എത്തിയിട്ടാ ഗൈസ്. ഇവൾക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിടുന്നത്. ഇതേ എത്തിച്ചേർന്നു. ഇതേ ചേച്ചി എത്തിയിട്ട ഗൈസ്. നേരം വൈകി എത്തിന് എല്ലാവരെയും ഒന്നും ചീത്ത കേട്ടു പാവം. അങ്ങനെ നമുക്ക് തൃപ്രയാർ അമ്പലത്തിൽ വെച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാട്ടെ ഗൈസ്. ഓരോരുത്തർ ഇതേ കളിച്ചിട്ട് ഓടി വരേണ്ട വണ്ടിയിൽ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടാ. കുഴത്തും പോലെ ഞങ്ങൾ അടക്കിയിട്ടാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കണത്. ചെറുകുരായൂർ അമ്പലത്തിൽ ഞങ്ങള് ഉണ്ണികളുടെ ബുക്ക് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അമ്പലം തുറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഓഫീസിൽ ബുക്ക് കൊടുക്കും, എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോട്ടാ. നട തുറന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാനിവിടത്തെ വർക്ക് ചെയ്യണ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഉള്ളിലേക്ക് തുറക്കുമ്പോൾ വയ്ക്കാന്നാ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവിടെ നേരം വൈകി. അവിടത്തെ കാറുകളുണ്ടല്ലോ അമ്മ. ആരോ നോക്കിയടി, ഞങ്ങളിവിടെ എത്തിയിട്ട ഗൈസ്. അപ്പോൾ പ്രേക്ഷേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ദേ അങ്ങോട്ട് പോയിട്ടുണ്ട്. അമ്പലത്തേക്ക് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തൊഴുത് ഇറങ്ങി വരുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം ആവണങ്കോട്ട് അമ്പലത്തിലാട്ടോ ഇറങ്ങിയത്. അമ്പലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആവണങ്കോട് കയറിയിട്ട് തൃപ്രയാർ പോവാന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ തൊഴലൊക്കെ കഴിഞ്ഞുട്ടാ ഗൈസ്. തൊഴുത് ഞങ്ങളിനി നേരെ തൃപ്രയാർക്ക് വിടുക. അവിടെ നട വേഗം അടക്കി. അപ്പോൾ അവിടെ വേഗം എത്താൻ വേണ്ടിയിട്ട് പ്രേക്ഷേട്ടൻ വേഗം വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങള് മുമ്പ് വന്നിട്ടുണ്ട്. തൃപ്രയാർ അമ്പലത്തിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. ഇനി ഇതേ അവിടെ കാണില്ല. അപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുക കേട്ടോ. തൃപ്രയാർ അമ്പലത്തിൽ എത്തിയിട്ടാ ഗൈസ്. അപ്പൊ അവരൊക്കെ ദേ അങ്ങോട്ട് വേഗം പോയി. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ബാക്കിൽ പോയിക്കൊണ്ടിരിക്കാം. വേഗം പോവാട്ടാ. എല്ലാരും അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുക കേട്ടോ. മീന് തീറ്റയൊക്കെ ഇട്ടിരിക്കുന്നു ഗൈസ്. മീനൂട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ അത് പിന്നെ ഇപ്പൊ പറ്റുമോന്ന് അറിയില്ല, രാത്രിയല്ലേ.
മീനൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു വഴിപാടാണ് കേട്ടോ ഗൈസ്. അപ്പം അത് അമലവും ഞാനും ഒക്കെ എല്ലാവരും ഇട്ടു കേട്ടോ. അറിയുന്നേക്ക് ഞങ്ങൾ ആഞ്ജനേയ സ്വാമിനെ തൊഴാൻ പോകാട്ടോ. ഇവിടെ നടടച്ചെടുക്കുക, അപ്പൊ തുറക്കുമ്പോഴേക്കും വരാലോ. ശരവണാഭവനിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാട്ടാ. എന്തെങ്കിലും ടിഫിൻ പോലെ എന്തെങ്കിലും കഴിക്കാൻ. പുസ്തകം വെച്ച കാരണം ഇനി നോണൊന്നും കഴിക്കാൻ. ഫുഡ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഫുഡ് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അടുത്തേക്ക് വെക്കേ. ടേസ്റ്റ് ഉണ്ടോ? പനീർ ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചത്. പോയി പോയി പോയി. എന്താ കാണിച്ചേ? വേണ്ട വേണ്ട, അമ്മ വെച്ചോട്ടെ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ്, പിന്നെ ചമ്മന്തിയാണ് കേട്ടോ ഗൈസ്. അപ്പം അതിൽ വേണ്ട മസാല സെറ്റാക്കാണ്. സബോള ഒരെണ്ണം, തക്കാളി അര, പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 2-3 അല്ലി. അപ്പം അതൊക്കെ അരിഞ്ഞ് ചതച്ച് കറക്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് അതിലേക്ക് അത് അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ ഗൈസ്. ഇതേ ഉരുളൻകിഴങ്ങ് ഇതേ ഇവിടെ സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇടണം കേട്ടോ ഗൈസ്. അതൊന്ന് വളർന്നപ്പോൾ മഞ്ഞപ്പൊടി കുറച്ച് മതി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു, ഉപ്പ് ഇട്ടിട്ട്
ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചത് ഇടുക. ഇത്രേ ഉള്ളൂ. ആ മഞ്ഞപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഇതേ മാറിയപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമായി ചോദിക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പ് പൊടി ഇടുക കേട്ടോ. നമ്മുടെ മസാല മിക്സ് ഇതേ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളൻകിഴങ്ങ് ഇതേ കുറച്ച് അങ്ങനെ ഇതേ ഫൈനലി മസാല സെറ്റായി. ഇതൊന്ന് വെള്ളം കുറച്ചൊന്ന് ഡ്രൈ ആയി. അത് സെറ്റാവട്ടെ ഗൈസ്. സബോള ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അതും കൂടി കഴിഞ്ഞിട്ട് വേണം ദോശ ഉണ്ടാക്കാൻ. അമൽമോ ആരാധ്യമോളുടെ മുടിയിൽ കൊടുക്കട്ടെ. അച്ചാച്ചനും ഉണ്ട് കൂടെ. എല്ലാവരും കൂടി ഇരുന്ന് ആരാധ്യയുടെ മുടി. മസാല ദോശക്കുള്ള ആദ്യത്തെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിള്ളേരൊക്കെ സെറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ദോശ സെറ്റാക്കാൻ പരിപാടി. ചെറിയ കയ്യിൽ തന്നെ എടുത്തിട്ടുള്ളത്. വേറെ കയ്യിലാണെങ്കിൽ തായോ. അതിലേക്ക് നമ്മൾ നെയ്യ് ഇത് ഇങ്ങനെ സ്പ്രെഡാക്കിയ നെയ്യല്ല ഗൈസ്, വെളിച്ചെണ്ണ. നെയ്യോടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ സ്പ്രെഡാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ അവിടെ മസാല അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ദോശ ആകുമ്പോൾ അതിലേക്ക് നമുക്ക് കമത്താം. അങ്ങനെ നമ്മുടെ മസാല ദേ ദോശയിലേക്ക് വെച്ചിട്ട് ദോശ വെറും ദോശ മസാല ദോശയാക്കി ഗൈസ്. നല്ല മുരിഞ്ഞ മസാല ദോശ ദേ. അയ്യോ ഗൈസ്. ഓക്കെ ഗൈസ്, മുരിഞ്ഞ മസാല ദോശ റെഡിയായി ഗൈസ്. ആഹാ, എന്താ ഒരു ഭംഗി. മസാലദോശയും ചമ്മന്തിയും ആരാധ്യമോളാണ് കേട്ടോ ഗൈസ് ആദ്യം കഴിക്കണത്. അങ്ങനെ ദേ എല്ലാവരും ദുർഗാഷ്ടമി ദിവസം ചോറിനാനായിട്ട് ഇരിക്കണം കേട്ടോ ഗൈസ്. സാമ്പാറും ഇതൊക്കെ ആയ കാരണം സാമ്പാറല്ല, മുരിങ്ങക്കായും പരിപ്പ് വേണം. അതുകൊണ്ട് അമലുട്ടേനെ അത്ര അങ്ങോട്ട് ഉഷാറൊന്നും ഇല്ല, എന്നാലും കഴിക്കുന്നുണ്ട്. ഡാടാ അത് പറഞ്ഞപ്പോൾ ഒരാൾ നന്നായി കഴിക്കണ ഫീലിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സഞ്ജുട്ടനൊക്കെ ഇന്ന് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അച്ഛൻ ചോറിനായിരിക്കുന്നുണ്ട്.